എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നൈസിനെയും മൂണിനെയും കുറിച്ചുള്ള ന്യൂസൊക്കെ ഒരാളിരുന്ന് കാണുന്നുണ്ടാവും. അവർ നല്ല കപ്പിൾസാണ്. 3 ഇയർ ആയി റിലേഷൻഷിപ്പിൽ. അങ്ങനെ അവർ കല്യാണം പറയും. മൂൺ ഒരു ലൈഫ് എൻജോയ് ചെയ്യുന്ന ഫ്രീഡത്തെ സ്നേഹിക്കുന്ന ട്രാവൽ ബ്ലോഗറാണ്. അവളുടെ ഫാൻസിൻ്റെ നമ്പർ നല്ലവണ്ണം ഇൻക്രീസ് ആയിരുന്നു. അവൾ എല്ലാവരുടെയും ഹോപ്പ് നൽകുന്നു. അവൾക്ക് അങ്ങനെ ടെലിപ്പോർട്ടേഷൻ പവർ കിട്ടി. മൂൺ കുറച്ച് കുട്ടികളെയും കൊണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരാൾ അവളെ കൊല്ലാൻ വരും. മൂൺ അവളുടെ പവർ ഉപയോഗിക്കും. പക്ഷേ കാർ അവളെ തെറിച്ചിടും. അപ്പോൾ നൈസ് വന്ന് മൂണിനെ പിടിക്കും. അന്ന് മുതൽ അവർ ഇഷ്ടത്തിലായി. നൈസും മൂണും ഐഡൽ കപ്പിളായി. അവരുടെ ഫാൻസിൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി അവർ ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. പിന്നീട് ലീൻ ചിന്തിക്കും, ഞാൻ ശരിക്കും അവളുടെ കൂടെയാണ്. പെട്ടെന്നായിരിക്കും മരിച്ചു കിടക്കുന്ന അവളുടെ മുഖം പെട്ടെന്ന് കാണുക. അതുകൊണ്ട് അവ ഷോക്കായി അവൻ മൂൺ എന്ന് വിളിച്ച് ഉറക്കത്തിൽ നിന്ന് എണീക്കും. അവൻ മൂൺ ഇന്നലെ കിടന്ന സ്ഥലത്ത് പോയി നോക്കും. അതൊരു ഡ്രീമാണോ? തിരിഞ്ഞു നോക്കുമ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന മൂണിനെ കണ്ട് എല്ലാം ഓക്കെയാണ്. ലീൻ എന്നിട്ട് അവളോടടുത്ത് ഹലോ പറയാൻ പോകുമ്പോൾ മൂൺ ദൂരെ പോ. ലീൻ ചിന്തിക്കും, ഇവളെന്താ ഇന്നലെ ലൈവ് സ്ട്രീമിൽ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ബിഹേവ് ചെയ്യുന്നത്? അവൾ നമ്മൾക്ക് ആക്ടിങ് സ്റ്റോപ്പ് ചെയ്യാം. നീ നൈസല്ല, അത് നിനക്കും അറിയാം. അവനെവിടെ? ലീൻ, അവൻ മരിച്ചുപോയി. മൂൺ മിസ് ജിയെ വിളിച്ച്, നൈസ് മരിച്ചത് ഒരു നല്ല കാര്യമായി തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഒരുത്തനെ കണ്ടുപിടിച്ച് എന്നെ ടോർച്ചർ ചെയ്യുകയാണോ? എനിക്ക് ഇത് ചെയ്യാൻ താല്പര്യമില്ല, ഞാനിതിന് തയ്യാറല്ല എന്ന് പറഞ്ഞ് ചൂടാവും. പിന്നീട് മിസ് ജെ അവരെ രണ്ടുപേരെയും ഇട്ട്, നൈസ് ഒരു വ്യക്തിയല്ല, അവനാണ് കമ്പനീസിൻ്റെ മോസ്റ്റ് വാല്യുബിൾ ബ്രാൻഡ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നൈസ് ജീവിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. മൂൺ അതിന് ഞാനെന്താ, ഇത് തുടക്കം വിട്ടിട്ട് 3 വർഷമായി. നീ പറഞ്ഞിരിക്കും. ലിൻ ആണെങ്കിൽ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി നിൽക്കുകയായിരിക്കും. പിന്നീട് ലിൻ സ്ട്രോബെറി അവൾക്ക് കൊണ്ടു കൊടുക്കും. നൈസിൻ്റെ പ്രതിമയ്ക്ക് നേരെ എറിയും. എനിക്ക് അവനെ തീരെ ഇഷ്ടമില്ല. അവളത് വാങ്ങി ലിന്നിനോടും അങ്ങനെ എറിയൊക്കെയുണ്ട്. അവൻ അങ്കിൾ പോലെയാണ്. ലിൻ, നിനക്കെന്തിനാ അതിപ്പോൾ എന്നോട് പറയുന്നത്? ഞാനിപ്പോൾ അവനാണ്. മൂൺ അതിലൊരെണ്ണം അവന് നേരെ എറിഞ്ഞ്, നീ എന്തിനാണ് അവനായി അഭിനയിക്കുന്നത്? അവൻ അത് നീ അറിയണ്ട എന്ന് പറഞ്ഞ് അവൾക്ക് നേരെയും എറിയും. അങ്ങനെ അവർ കുറച്ചു നേരം അത് എറിഞ്ഞ് കളിക്കും. രാത്രി മൂൺ, എന്താണ് നിന്റെ ശരിക്കുമുള്ള പേര്? പറ. അതിനു മുമ്പ് നിനക്കെന്താണ് ഇവിടുന്ന് ടെലിപ്പോർട്ട് ചെയ്തു പോകാൻ പറ്റാത്തത്? മൂണാണെങ്കിൽ ടെലിപ്പോർട്ടേഷൻ ഗണ്ണെടുത്ത് ലിന്നിൻ്റെ അടുത്തേക്ക് വരും. ഇതാണ് അതിനുള്ള റീസൺ. ഫാൻസും നൈസും മൂണും അവരുടെ അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ ടെലിപ്പോർട്ടേഷൻ പവേഴ്സ് നൈസിൻ്റെ അടുത്തേക്കുള്ള ഡയറക്റ്റ് പോർട്ടലാണ്. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഫോഴ്സ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിനക്ക് അപ്പോൾ നൈസിനെ ശരിക്കും ഇഷ്ടമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു കോൺടാക്റ്റ് ഉണ്ട്, അതാണിത്. അപ്പോൾ എൻ്റെ ചോദ്യത്തിന് നീ ഉത്തരം താ. എൻ്റെ പേര് ലിങ്. ഇത് നൈസ് എന്നതിനേക്കാൾ നല്ലതാണ്. അവരെന്നിട്ട് അവിടെ നിന്ന് ഉറങ്ങും. പിന്നീട് 1 മാസം കഴിഞ്ഞാണ് കാണിക്കുന്നത്. അവിടെ സിഗ്നൽ ഒന്നും ഉണ്ടാവില്ല. ലിങ്, ഞാൻ ബോധം കെട്ട് മരിക്കും. മൂൺ, ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അതിനു മുകളിൽ കയറിട്ട് തൂങ്ങാൻ പോകും. ലിൻ അവളെ സമാധാനിപ്പിക്കാൻ നോക്കും. മിസ് ഇതെല്ലാം ക്യാമറയിൽ കൂടെ കാണുന്നുണ്ടാവും. അവൾ ലിന്നിൻ്റെ മുഖത്ത് ചവിട്ടി പോവും. മിസ് ജി, അവർ തമ്മിൽ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടാവാതിരിക്കില്ല. ലിന്നിന് പെട്ടെന്ന് ഒരു ബുദ്ധി വെളിച്ചമുണ്ടായി ഒരു ഊഞ്ഞാൽ തയ്യാറാക്കും. മൂൺ ഇത് ഒളിഞ്ഞു നോക്കുന്നുണ്ടാവും. ലിൻ പോയപ്പോൾ അവൾ വന്ന് അതിനു മേലെ ഇരുന്ന് ആടും. ലിൻ ഒരു തലാണയും എടുത്തു വരും. ഇപ്പോൾ നിനക്ക് എങ്ങനെയുണ്ട്? മൂൺ, ഞാൻ ഒരിക്കലും നിന്റെ ഭാഗത്തു നിന്ന് നല്ല ഐഡിയാസ് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതെൻ്റെ ജോലിയാണ്. ഇമ്പോസിബിൾ ആയതിനെ പോസിബിൾ ആക്കാൻ. അവൻ അവൾക്ക് തലാണ കൊടുക്കും. പിന്നീട് എൻ്റെ ജീവിതം നിനക്ക് സമർപ്പിക്കാൻ തയ്യാറാണ്. എന്നെ മാരി ചെയ്യുമോ? മൂൺ എന്ന് പറയും. അവരുടെ മാരേജ് ആയിരിക്കും. അവരുടെ 3 വർഷത്തെ ലവും ചേണി അവസാനിപ്പിക്കുകയാണ്. അവൻ വിവാഹിതരാകാൻ പോകുന്നു എന്ന് ആങ്കർ വിളിച്ചു പറയും. അവിടേക്ക് നിർത്ത് എന്ന് പറഞ്ഞു ഒരുത്തൻ വരും. അവൻ എനിക്ക് നൈസിനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് അവന് നേരെ ഓടും. മൂൺ ലെനിന് മുകളിൽ നിൽക്കുമെങ്കിലും അവരെ മൈൻഡ് ചെയ്യാതെ ലെനിനെ അടിച്ചു തീർപ്പിക്കും. അവൻ, നീ എന്താണ് എൻ്റെ മെസ്സേജിന് റിപ്ലൈ തരാത്തത്? ഇമെയിൽസിനും ഫോൺ കോൾസിനും ഒന്നിനും റിപ്ലൈ തരുന്നില്ല. എന്താണ് എൻ്റെ ലീൻ, എന്താ നീ പറയുന്നത്? മൂൺ ടെലിപ്പോർട്ട് ചെയ്ത് വന്ന്, ഞാനാണ് നിന്റെ ടാർഗറ്റ്, അവൻ നിന്റെ ടാർഗറ്റ് അല്ല. അവൻ ഈ പെണ്ണ് കുറച്ച് ഉച്ചത്തിലാണ് എന്ന് പറഞ്ഞ് ലിന്നിനെ നീക്കി കൊണ്ടുപോകും. മൂൺ അവിടേക്ക് വരും. നൈസ്, നിനക്ക് എൻ്റെ അടുത്ത് നിന്ന് നിനക്കെന്താണ് വേണ്ടത്? പിന്നീട് അവർ 3 പേരും കൂടി ഫൈറ്റ് ചെയ്യും. മിസ് ഇതെല്ലാം കണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവനത് സ്ക്രിപ്റ്റ് ഫോളോ ചെയ്തത്. അപ്പോഴായിരിക്കും ഒരു പാസ്റ്റ് കാണിക്കുക. ഒരാഴ്ച മുൻപ്. ഞാനൊരിക്കലും ചിന്തിച്ചിരുന്നില്ല ഒരു ദിവസം ഇവളുടെ കൂടെ ഇത്രയും സമയം നിൽക്കാൻ പറ്റുമെന്ന്. ഞാൻ കുറച്ച് സെൽഫിഷായിപ്പോയി. ലിൻ മൂണിനോട്, ഈ ആക്ട് കണ്ടിന്യൂ ചെയ്താലോ? അപ്പോൾ തന്നെ ഊഞ്ഞാലും പൊട്ടി താഴെ വീകും. മൂൺ എന്നിട്ട് അവിടെ നിന്ന് ദേഷ്യം പിടിച്ചു പോകും. ലിൻ പൊട്ടിയ കയറും പിടിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഒരു ഐഡിയ അവന് കിട്ടുക. അവൻ മിസ് ജെയും അവിടേക്ക് കൊണ്ടുവരും. നൈസ് മറ്റുള്ളവരുടെ ലൈഫിലെ പെർഫെക്ഷനാണ്. അതുകൊണ്ട് ഇത് എക്സ്ക്യൂസ് വെച്ച് അവർ മാരീഡ് ആവുന്നില്ല എന്ന് ഫിക്സ് ചെയ്യാൻ പാടാണ്. ഇല്ല, ഒരു ട്രാജഡി ആക്കിയാലോ? അത് നോക്കാം. മൂൺ, അത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആം.
അത് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ പറയാനെന്ന് മിസ് ജെയോട് പറയും. അവൾ അതിന് മൂൺ മരിക്കണം, അതാണ് നല്ലത്. വെഡ്ഡിങ് സെറമണിയിൽ വെച്ച് മൂൺ മരിക്കും. അത് കേട്ട് അവർ ഷോക്കാവും. മൂൺ അപ്പോൾ നൈസും അവൻ്റെ ഫ്രണ്ട്സിനും അത് മറക്കാൻ പറ്റാത്ത പെയിൻഫുൾ എക്സ്പീരിയൻസ് ആയി. ഇതിന് കമ്പനി ഒരുപാട് പണം ചെലവഴിച്ചിട്ടുണ്ട്, ഇത് നിനക്കുള്ള നല്ലൊരു ചാൻസ് ആണ്, അത് നഷ്ടപ്പെടുത്തിയാൽ നീ ഇനി കമ്പനിയിൽ വർക്ക് ചെയ്യില്ല. മൂൺ അവിടേക്ക് വന്ന് നിന്റെ വർക്ക് ഫസ്റ്റ് ഫിനിഷ് ചെയ്യും, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അവൻ എനിക്കത് വേണ്ടെങ്കിലോ എന്ന് പറഞ്ഞ് അവൻ്റെ സോഡ് വെച്ച് മണ്ണിൽ കുത്തുമ്പോൾ ഒരുപാട് കൊമ്പുകൾ വരും. ഇനി നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. എവിടെയാണ് നൈസ്? ലീൻ ഞാനാണ്, നീയല്ല. എനിക്ക് നിങ്ങളുടെ എക്സ്ചേഞ്ച് നേരത്തെ അറിയാം. അവൻ മാസ്ക് കഴിച്ച് നീ നൈസല്ലെന്ന് എനിക്ക് നേരത്തെ അറിയാം. മൂൺ നിനക്ക് എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ അവൻ അവളെ അടിച്ച് തെറിപ്പിച്ച് വാളെടുത്ത് കുത്തും. മൂൺ നീ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? അത് ചെയ്. അവൻ നീ നൈസ് എവിടെയാണെന്ന് പറ, അല്ലെങ്കിൽ ഞാനിവിടെ കൊല്ലും. മൂണാണെങ്കിൽ അത് ചെയ് എന്ന് പറയും. ലീൻ അവൻ സീരിയസ് ആണ്. അവൻ എവിടെയാണ് നൈസ് ഉള്ളത് പറ. അതുകേട്ട് അവൻ അവിടെ ഇരുന്ന് കരയും. ലിൻ പോയി മൂണിനെ രക്ഷിക്കും. അവൻ ദേഷ്യം പിടിച്ച് അവരെ ഒരുപാട് അറ്റാക്ക് ചെയ്യും. അതിൽ നിന്നെല്ലാം അവർ ഒഴിഞ്ഞു മാറുമ്പോൾ ഒരു ഡ്രോൺ വന്ന് നിങ്ങൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോവണം, മറ്റുള്ള ഹീറോസ് ഇത് നോക്കിക്കോളും. ലീൻ അവൻ എൻ്റെ എനിമിയാണ്, ഇപ്പോൾ അവനെ എനിക്ക് നശിപ്പിക്കണം. മിസ് ചൂടാ പൊട്ട, നിനക്കൊരു ഹീറോനെ അവൻ്റെ ഇപ്പോഴത്തെ കാലിബർ വെച്ച് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഇമ്പോസിബിൾ ആയതിനെ പോസിബിൾ ആക്കും എന്ന് പറഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്യാൻ പോവും. അവർ തമ്മിൽ നല്ലൊരു ഫൈറ്റ് ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് മൂണും വരും. അവർ മരം വെച്ച് അവരെ ഒരുപാട് അറ്റാക്ക് ചെയ്യുമെങ്കിലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മൂണും ലിന്നും കമ്പൈൻ ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യും. അവൻ അവൻ്റെ വാളിൽ പവർ കൊണ്ടുവന്ന് അവരെ ഒരുപാട് അറ്റാക്ക് ചെയ്യും. അവൻ വീണ്ടും വരുമ്പോൾ ലിൻ അവൻ്റെ മോന്തക്കിട്ട് ഒരൊറ്റ ഇടി വെച്ച് കൊടുക്കും. അവൻ പറന്നു പോകുമ്പോൾ ഞാൻ ആദ്യമേ ചിന്തിച്ചിരുന്നു, നീ നൈസല്ല, പക്ഷെ അവൻ്റെ പഞ്ച് മറ്റുള്ളവരെക്കാൾ സ്ട്രോങ് ആണ്. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങൾ സന്തോഷവും വിഷവും പരസ്പരം കൈമാറി. അങ്ങനെ ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് കിട്ടി. രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിരുന്നു. ഞാൻ അവനെ ഒരു എനിമിയായി കളിച്ചു. അവൻ്റെ ട്രസ്റ്റ് വാല്യൂ കൂട്ടി. അവൻ മിസ് ജെയെ വിളിച്ച് അടുത്ത ആഴ്ച ഞാനും നൈസും തമ്മിൽ ഫൈറ്റ് ചെയ്തോട്ടെ. പറ്റില്ല, നൈസിന് അടുത്ത ആഴ്ച ട്രസ്റ്റ് വാല്യൂ കൂട്ടുവാനുള്ള പ്രോഗ്രാം ഉണ്ട്. പിന്നീട് അവൻ എൻ്റെ മെസ്സേജിന് റിപ്ലൈ തരാതായി. അത് എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഒരു ഹീറോ ആകുവാനുള്ള എൻ്റെ ഡ്രീം ദൂരെയാണ് എന്ന് കരഞ്ഞ് പറഞ്ഞ് അവൻ താഴെ വീഴും. മൂൺ ഞാൻ നിന്നിൽ ഒരുപാട് ഫോക്കസ് ചെയ്തതുകൊണ്ട് എനിക്കതിൽ നിന്ന് ഡ്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് താഴെ വീഴും. ലിൻ ഓടിപ്പോയി അവളെ പേടിച്ച് നിനക്കെന്നും സംഭവിക്കില്ല, അവൾ ഇത് ഫേക്ക് ബ്ലഡ് പാക്കാണ്, മിസ് ജെയാണ് ഇത് തയ്യാറാക്കിയത്. ഞാൻ ഈ സമയം നിന്നോട് ശരിക്കും കടപ്പെട്ടിരിക്കുന്നു. എല്ലാത്തിനും നന്ദി, എന്നെ ഒരുപാട് സഹായിച്ചു. നിന്റെ കൂടെയുണ്ടായിരുന്ന ദിവസങ്ങൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഞാനിങ്ങനെ ഹാപ്പി ആയിട്ട് കുറേ വർഷമായി. എനിക്ക് ഉറപ്പില്ല എന്തിനാണ് നിന്നെ വിട്ട് പോകുമ്പോൾ എനിക്ക് സങ്കടം എന്ന് പറഞ്ഞ് അവളുടെ കൈ താഴെ വീഴും. ഈ സമയം ലിൻ കരയുകയായിരിക്കും. അവൻ പതിയെ താഴെ വരും. മിസ് അവിടെ തന്നെ നിൽക്കല്ല, ഈ ന്യൂസ് എല്ലാവരും കില്ലൊക്കെയുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവൻ ഇത്ര നല്ലണമെന്ന് വരും. അവൾ പോയ അവസാന നിമിഷം എനിക്ക് സമാധാനമുണ്ടായിരുന്നില്ല. നിങ്ങളും അവളുടെ ഫ്രീഡത്തിൽ പങ്കുചേരണം. അവൾക്ക് എവിടെയാണ് പോകേണ്ടത് അവിടേക്ക് അവൾ പോയി. ഗുഡ് നൈറ്റ് മൂൺ. പിന്നീട് മൂൺ പോകാനുള്ള ഡ്രസ്സൊക്കെ സാധനങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് പാക്ക് ചെയ്യും. അവൾ സന്തോഷിച്ച് നൈസ് എന്ന കേസിൽ നിന്ന് ഞാനിപ്പോൾ ഫ്രീ ആണ്. അവളുടെ കയ്യിലെ ട്രസ്റ്റ് വാല്യൂ ഇപ്പോൾ കുറഞ്ഞ് ഒന്നും ഉണ്ടാവില്ല. ഇതേ സമയം ടി വിയിൽ നൈസിൻ്റെ പോപ്പുലാരിറ്റി കൂടി. അവൻ്റെ ഒഫീഷ്യൽ എയിം ഇപ്പോൾ ടോപ്പ് 10 റാങ്കിൽ എത്തണമെന്നാണ് ഇന്ന് ന്യൂസിൽ പറയും. മൂൺ അതിന് നിനക്ക് സാധിക്കട്ടെ, ബൈ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവും. അവളുടെ ടെലിപ്പോർട്ടേഷൻ ഗണ്ണ് അവിടെ വീണിട്ടുണ്ടാവും. പിന്നീട് മൂണിനെയും നൈസിനെയും ഇൻ്റർവ്യൂ എടുത്തവൾ നൈസിനെയും ലിന്നിനെയും കുറിച്ച് അന്വേഷിക്കും. ലിൻ ആണ് ഇപ്പോൾ നൈസ് എന്ന് അവൾക്ക് മനസ്സിലാവും. അവളുടെ പുറകിൽ നിന്ന് പീപ്പിൾസിൻ്റെ ട്രസ്റ്റ് വാല്യൂ ചീപ്പാണ്. അവൾ ആരാണ് അവിടെ? അവളുടെ പുറകിലുണ്ടായിരുന്ന അക്കിയടത്തിലുണ്ടായിരുന്ന നീരാടി ഒരുപാട് മെഷീനായി മാറും. അത് സംസാരിക്കുന്നുണ്ടാവും. ജനങ്ങൾ അവരുടെ കൈകൊണ്ട് അല്ലാതെയും മരിക്കും. അതാണ് ഫിയർ. നിനക്ക് ഫിയറിൻ്റെ പവർ ട്രൈ ചെയ്യണം. നിനക്കൊരിക്കലും ഇതിനെ ബിട്രേ ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരും ബെഗ് ചെയ്യാനും പറ്റില്ല. മറ്റുള്ളവരുടെ ഫിയറിനെ നിനക്ക് കാണാൻ പറ്റും. അതാണ് നിന്റെ പവർ. അവൾ അതിനെ എടുക്കും. അത് അവളുടെ ദേഹത്ത് കയറും. ഇനി നിന്റെ പേര് ഗുഡ് ഐ എന്നായിരിക്കും എന്ന് പറയുന്നതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ അടുത്ത ദിവസമായി കാണുന്നവരെ